ഹലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ? ഓക്കെ അല്ലേ? യെസ്, വോയിസും കാര്യങ്ങളും ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പോൾ നമ്മളൊരു കമ്പനിയുടെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഞങ്ങളൊരു ട്രേഡിംഗ് ടൂൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇന്റർനാഷണൽ ബേസ്ഡ് ഒരു ശബ്ദം കുറച്ച് കുറവാണ് കേട്ടോ. ശബ്ദം കുറവാണ്. ഓക്കെ ഓക്കെ, ഇപ്പോൾ കേൾക്കാം. ഓക്കെ. ഞങ്ങളൊരു ട്രേഡിംഗ് ടൂൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇന്റർനാഷണൽ ഓക്കെ, ബേസിൽ തന്നെ ഒരു ട്രേഡിംഗ് ടൂൾ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പൊ ഞങ്ങളിപ്പോ റീസെന്റ് ഞങ്ങൾ മാർക്കറ്റിൽ കുറച്ച് പ്രോബ്ലംസ്, മാർക്കറ്റിൽ കുറച്ചധികം പ്രോബ്ലം, എവിടെ നമുക്കൊരു പ്രോപ്പർ എൻട്രി എടുക്കാം, എവിടെ നമുക്ക് എക്സിറ്റ് എസ്സിൽ കീപ്പ് ചെയ്യാം, എവിടെ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം, ഇതൊക്കെ മാർക്കറ്റിൽ എല്ലാവർക്കും ഒരു കോമൺ ഒരു മെയിൻ പ്രോബ്ലം ആണ്. ഇപ്പൊ ട്രേഡിംഗ് അറിയുന്ന ആൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഒരു പ്രോഫിറ്റ്, ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ആയി അടുത്തൊരു ഓവർ ട്രേഡിലേക്ക് പോവുക, ഒരു എസ് എൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് എസ് എൽ റിക്കവർ ചെയ്യാൻ പോവാ. അതൊരു മെന്ററിന്റെ പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. ഒരു ഫുൾ ടൈം ഒരാൾക്ക് മെന്ററിനെ ആർക്കും പർച്ചേസ് ചെയ്യാനും പറ്റുകയും ചെയ്യില്ല, ഒരു ഹ്യൂമൺ ആർക്കും ചെയ്യാനും പറ്റൂല. അപ്പം ഒരാള്, അതായത് നമുക്കൊരു സ്ഥലത്ത് നിന്ന് ഒരു കാര്യം കിട്ടുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും ബ്രെയിൻ എന്നാവും അതിലേക്ക് ഡിപ്പെൻഡ് ചെയ്യും. ആ കാര്യങ്ങളൊക്കെ നമുക്കൊരു കൺഫർമേഷൻ വരാനുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പഠിക്കും. ട്രേഡിംഗിൽ എപ്പോഴും വേണ്ടതാണ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഒരു കൺഫർമേഷൻ ഒന്ന് വെയിറ്റ് ചെയ്യുന്നിടത്തോളം നമ്മൾ ഇതിനൊന്നാവും ബാക്കോട്ട് പോകില്ല, നമ്മൾ അതിൽ ഫ്രണ്ടിലേക്ക് ആയിക്കൊണ്ടിരിക്കലാണ് ട്രേഡിംഗ് സെക്ടറിൽ. എല്ലാവരും തിരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പൊ റീസെന്റ് നമ്മൾ ലോഞ്ച് ചെയ്തൊരു ടൂളാണ് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പോ സ്ക്രീനിൽ എന്ന് പറഞ്ഞാൽ നോർമൽ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് നോർമൽ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. ഇതേപോലെയാണ് എല്ലാ യൂസേഴ്സിനും ലോകത്ത് ട്രേഡിംഗ് വ്യൂ ഇതുപോലെ കിട്ടല്. ഇതിൽ ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതേപോലെ ടൂളുകളും കാര്യങ്ങളും വെച്ചുകൊണ്ട് മാർക്ക് ചെയ്ത് ഇതിനെ പ്രോപ്പർലി എന്നാക്കണം, നമ്മൾ മാനുവലി ചെയ്യണം. ഇതാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഈ രീതിയിലാണ് ഇപ്പൊ ഒറിജിനൽ ലൈൻ ആയിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ ഇതൊക്കെ വരച്ചുകൊണ്ട് ഇതിനെ മാർക്ക് ചെയ്ത് കാര്യങ്ങൾ നമ്മളൊന്നാക്കണം, പഠിക്കണം, സെറ്റ് ചെയ്യണം. ഇതാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു എൻട്രി ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്തില്ലെങ്കിൽ അതിനെ മാനുവലി എന്നാക്കണം, ഇതേപോലെ ആയിരിക്കും അതിനെ പ്ലേസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അതിന് പകരം ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ ആ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ടൂള് ചെയ്തോളൂ. ഒരാൾക്ക് ഒരു എൻട്രി എത്തുന്നത് വരെ, ഇപ്പൊ ഒരു എൻട്രി എവിടെ എടുക്കണം, TP1 എവിടെ വെക്കണം, TP2 എവിടെ, TP3 എവിടെ, TP4 എവിടെ, എവിടെ SL വെക്കണം, ഈ ഒരു ഏരിയ വരെയുള്ള പണികൾ മുഴുവൻ ഞങ്ങൾ ടൂള് ഇവിടെ സ്ട്രാറ്റജി വരക്കുന്നുണ്ട്, കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ ടൂള് മാനിപ്പുലേഷൻ എവിടെ നടക്കുന്നു, മാർക്കറ്റിൽ എന്തൊക്കെ ന്യൂസുകളാണ് നടക്കുന്നത്, എന്താണെന്ന് മാർക്കറ്റ് കണ്ടീഷൻ, ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടും 24/7 നമ്മളെ ഈ സിസ്റ്റം അത് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സാധനം ഒരു ഇപ്പൊ ഒരു 1 മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു എൻട്രി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു മാർക്കറ്റിൽ ഇപ്പൊ ഇവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ട്, ഒരു സെൽ എൻട്രി ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് 1 മിനിറ്റിലാണ്. അപ്പൊ ഇങ്ങനെ ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ അതിന്റെ കൺഫർമേഷൻ എന്താണെന്ന് നോക്കുക. കൺഫർമേഷൻ ഓക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഈ എൻട്രി എടുത്താൽ മതി. എൻട്രി പോയിന്റ് അവിടെ എന്നാക്കുക, സെലക്ട് ചെയ്യുക, കാര്യങ്ങൾ സെലക്ട് ചെയ്താൽ എൻട്രി എന്നാക്കുക പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തർ ഈ ടൂള് പർച്ചേസ് ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തം. ആ 5% മാത്രമാണ്. അപ്പൊ അത് എങ്ങനെ നോക്കണം, എന്താണ് നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങളത് കാര്യങ്ങൾ ചെയ്തു തരും. ഇതാണ് ഞങ്ങൾ ടൂള് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം. അതായത് ഒരു സപ്പോർട്ടിങ് ഹെൽപ്പിംഗ് ടൂളാണ്. 95% മൊത്ത കാര്യങ്ങൾ മാർക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ടൂള് തന്നെ കാര്യങ്ങൾ ചെയ്തോളും. നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 5%, വെറും 5% മാത്രം. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെന്നാവും, അതായത് ഞങ്ങളെ ടൂൾ ഒരിക്കലും ഇപ്പൊ ഇവിടെ നോക്കിയാൽ തിരിയും, ഇവിടെ ഓൾറെഡി ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടും അടുത്തൊരു ട്രേഡ് ഇതുവരെ വന്നിട്ടില്ല. കംപ്ലീറ്റ് ആയി അടുത്തൊരു ട്രേഡ് വന്നിട്ടില്ല. അപ്പൊ ഇത്രയും എത്തിയിട്ട് വന്നിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഒരു മാനിപ്പുലേഷൻ മാർക്കറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാർക്കറ്റിന്റെ അണ്ടറിൽ നമ്മൾ സിസ്റ്റം വർക്ക് ചെയ്യൂല. മാർക്കറ്റ് എപ്പോഴാണ് സിസ്റ്റത്തിന്റെ അണ്ടറിൽ വരുന്നത് അപ്പോഴായിരിക്കും നമുക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സിസ്റ്റം നിങ്ങൾക്ക് ബിൽഡ് ചെയ്തു തരും. അപ്പോ നിങ്ങൾക്കൊരു സ്ട്രാറ്റജി, ഞങ്ങളെ കമ്പനി ചെയ്യുന്ന ഒരു മെയിൻ പാർട്ടാണ് ഓരോ ഹ്യൂമൻ സ്ട്രാറ്റജിനെയും ഞങ്ങൾ ചിപ്പാക്കി ഒരു ടൂളാക്കി ഡെവലപ്പ് ചെയ്തെടുക്കും. നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് അതേപോലെ നമ്മൾ എന്നാക്കി തരും, സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ ഒരു ടൂളായി ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് തരും. അതാണ് ഞങ്ങളെ കമ്പനി ചെയ്യുന്ന ഒരു കോർ പരിപാടി. അപ്പോ നിങ്ങൾക്ക് ഏകദേശം എന്താണ് നമ്മളൊരു ടീം കിട്ടിയിട്ടുണ്ടാവും, എന്താണ് നമ്മുടെ ടൂള് എങ്ങനെയാണെന്ന്. അപ്പൊ ഇനി നിങ്ങളെ ഭാഗത്തു നിന്നുള്ള എനിക്ക് ഒരു ഓപ്പൺ കോൺവെർസേഷൻ ആക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന്റെ പല പല രീതിയിൽ ഡൗട്ടുകൾ ഉണ്ടാവാം. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരെന്നാക്കാം ചോദിക്കാം. ഉണ്ണികൃഷ്ണൻ ഉണ്ട്, അനീസ് ഉണ്ട്,
അപ്പൊ അസീം ഉണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ള നിങ്ങളെ കൺസേൺ ഇപ്പൊ ഓരോരുത്തരും നിങ്ങൾ എന്താണ്, നിങ്ങളെ ബിസിനസ് ആണോ, എങ്ങനെയാണ്, ഓരോരുത്തർ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ തരാം. എത്രയായി ട്രേഡ് ചെയ്യുന്നത്, ഏത് മാർക്കറ്റാണ്, അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഓക്കെ. ഞാനിപ്പം ഏതാണ്ട് ഒരു 6-7 മാസമായിട്ട് ചെറുതായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഏതിലാണ്? ഫോറക്സില് ഫോറക്സിലാണ്. ഗോൾഡ് ആണ് ചെയ്യുന്നത് കൂടുതലും. ഗോൾഡ് ആണ് ചെയ്യുന്നത്. അതെ. അപ്പൊ ഇതില് പിന്നെ എന്താ പറയാ, നമ്മള് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിഗ്രാമിൽ അവിടെ ഇവിടെ ഒക്കെയുള്ള ടിപ്സ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് മനസ്സിലായി. സ്വന്തമായിട്ട് അതിനുള്ള നോളജ് പിന്നെ ഇല്ല. ഇല്ല. അപ്പോ അപ്പൊ അതില് പല നമുക്കൊരു സൊല്യൂഷൻ വേണം അതെ എപ്പോഴും. അതെ അതായത് സൊല്യൂഷൻ വേണം. ഈ ട്രേഡിംഗ് വ്യൂലൊക്കെ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ല, ഒരാളെ വാക്കുകളാണ് കേൾക്കുന്നത്, കൺമുന്നിൽ കാണുന്നില്ല. ആ കൺമുന്നിൽ കാണുന്നതിൽ നമുക്ക് വിശ്വസിക്കാം, ഉം. കാണാത്തൊരു സാധനത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. അപ്പം ഓക്കെ, അതൊരു നല്ലതാണ്. ഇപ്പൊ പല ആൾക്കാരും ട്രേഡിംഗ് വ്യൂ എന്നൊക്കെ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഞാൻ അതിന് നമുക്ക് കാര്യങ്ങൾ തരാം. അസീം എന്തോ പറയുന്നുണ്ട്, മൈക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇല്ല ഞാൻ കേൾക്കുവാണ്, കുഴപ്പമില്ല. ഇല്ല കേൾക്കാം. ഓക്കെ. അപ്പം ക്രിസ്ത്യൻ പറഞ്ഞതുപോലെ നമുക്കൊരു സൊല്യൂഷൻ വേണം. എല്ലാവരും നോക്കുന്ന സൊല്യൂഷൻ തന്നെയാണ്. അപ്പൊ ഇത് ഞങ്ങളിപ്പം ഈ സാധനം ട്രേഡിംഗ് വ്യൂലാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ വരുന്ന സാധനം നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് വരും. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയോ ഇത് വരയ്ക്കുകയോ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങളെ മൊബൈലിലായിക്കോട്ടെ ലാപ്പിലായിക്കോട്ടെ ഈ സാധനം നിങ്ങൾ നോക്കുന്ന സമയം ഒരു എൻട്രി ഉണ്ടെങ്കിൽ അവിടെ അതിന്റെ ഒരു കൺഫർമേഷൻ എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങളത് പഠിപ്പിച്ചു തരും. ഇത് പഠിപ്പിച്ച് ചെയ്ത് തന്നാല് അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻട്രി പ്ലേസ് ചെയ്യാം. അവിടെ കുഴപ്പമില്ല. ആ എൻട്രി നിങ്ങളെ ബ്രോക്കറിൽ കൊണ്ടുപോവുക, അത് അവിടെ എന്നാക്കുക, പ്ലേസ് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ ഇത് ഇന്ന് 6 മണിക്ക് ഏകദേശം ഇന്ന് ഒരു 6:05 വന്ന എൻട്രി ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടാർഗറ്റ് കംപ്ലീറ്റ് ആയി മാർക്കറ്റ് നല്ല മേലേക്ക് പോകുന്നുണ്ട്. അടുത്തൊരു ട്രേഡിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് കംപ്ലീറ്റ് ആയ ട്രേഡ് ആണ്, ലൈവ് ആണ്. ഓക്കെ. ഇതൊരു 6 മണിക്ക് സെക്ഷൻ ഉണ്ടായിരുന്നു, അതിൽ കംപ്ലീറ്റ് ആയ ട്രേഡ് ആണ്. അപ്പൊ ലൈവായിട്ട് ഇതിപ്പോ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാലും ലൈവായിട്ട് ഈ സാധനം പോകുമ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് കാണും. അപ്പൊ നമ്മളെ സിസ്റ്റം 3 മാർക്കറ്റിലും, ഫോറക്സ് ആയിക്കോട്ടെ, ക്രിപ്റ്റോ ആയിക്കോട്ടെ, ഇന്ത്യൻ മാർക്കറ്റ് ആയിക്കോട്ടെ, 3 മാർക്കറ്റിലും ഒരേപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ, നിങ്ങളിപ്പോ ഏത് ബ്രോക്കറാണ് ഉപയോഗിക്കുന്നത്? ഞാന് XM ഉണ്ട്, XM ഉണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ എന്താ പറയാ VT മാർക്കറ്റ്. മാർക്കറ്റ് എപ്പോഴും പിന്നെ ബ്രോക്കേഴ്സ് ഉപയോഗിക്കുന്ന സമയം എപ്പോഴും ഇനി എത്ര വലിയ സ്ട്രാറ്റജി കയ്യിലുണ്ട് എന്ന് പറഞ്ഞാലും ബ്രോക്കേഴ്സ് ഉപയോഗിക്കുന്ന സമയം എ ബുക്ക് ബ്രോക്കേഴ്സ് മാത്രം ഉപയോഗിക്കാൻ നോക്കാം. 2 ബ്രോക്കേഴ്സ് മാർക്കറ്റിലുണ്ട്, എ ബുക്കും ഉണ്ട്, ബി ബുക്കും ഉണ്ട്. എ ബുക്കിലാണ് റിയൽ ഡാറ്റ ഉള്ളത്. റിയൽ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സക്സസ് ഉണ്ടാവും. അപ്പൊ ഇതിൽ കാണുന്ന ബ്രോക്കേഴ്സ് ഇത്രയും ബ്രോക്കേഴ്സ് എ ബുക്ക് ബ്രോക്കേഴ്സ് ആണ്. അപ്പം ഇത് ഫോറക്സ് ഉണ്ട്, ക്രിപ്റ്റോ ഉണ്ട്, ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്, ഇതിലുണ്ട്. അപ്പൊ ഇത്രയും ബ്രോക്കേഴ്സ് ഈ ട്രേഡിംഗുമായിട്ട് ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഉള്ള ബ്രോക്കേഴ്സ് ആണ്. അപ്പം ബ്രോക്കേഴ്സിന്റെ കാര്യം ഇമ്പോർട്ടന്റ് ആണ്, കാര്യങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 95% നിങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ സിഗ്നൽ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ മുന്നിൽ കാണുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങളാണ് എമൗണ്ട് ബിഡ് ചെയ്യേണ്ടത്. നിങ്ങൾ മുന്നിൽ കാണുന്ന കാര്യം എന്താണ്, അതിന്റെ കൺഫർമേഷൻ നിങ്ങൾ കാണുന്നുണ്ട്. ആ ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടാവും. ഇതിലിപ്പോ ഒരു $100 വ്യക്തിയാണെങ്കിൽ $5 ലോസ് വരും. പ്രോഫിറ്റ് ആണെങ്കിൽ $5 $10 വരും. അപ്പൊ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് സിസ്റ്റത്തിന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുമുണ്ടാവും. നമ്മൾ വെറുതെ ഈ ഒരു സാധനം ടൂൾ നിങ്ങൾക്ക് തരാന്നുള്ളതല്ല. ഇതിന്റെ കൂടെ ഞങ്ങൾ ഒരു ബ്ലൂ പ്രിന്റ് കൂടി തരും. ഒരു 12 മന്ത്, ഒരു 12 മാസം നിങ്ങൾ എങ്ങനെ ആദ്യത്തെ 3 മാസം എന്ത് ചെയ്യണം, പിറ്റേത്തെ 3 മാസം എന്ത് ചെയ്യണം, പിറ്റേത്തെ 3 മാസം എങ്ങനെ ചെയ്യണം, കറക്റ്റ് ഒരു പ്രൊസീജിയർ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നുണ്ട്. വെറുതെ ടൂൾ എടുക്കാൻ നിങ്ങൾ ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ടീമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കട്ടെ, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇതില് ചോദിക്കാം. ഈ അപ്ഡേറ്റ്സ് ഇപ്പം നിങ്ങളുടെ ടൂള് ആ. നമ്മളിപ്പം മാർക്കറ്റിൽ ഇടയ്ക്ക് സ്ട്രാറ്റജി മാറിക്കൊണ്ടിരിക്കുമല്ലോ, അപ്പൊ അതിനനുസരിച്ച് അപ്ഡേഷൻ എങ്ങനെയാണ് നിങ്ങള്? യെസ്, ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ബാക്ക് എൻഡുകളിൽ ഇപ്പോൾ ഉള്ള മെഷീൻസ് എന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് സിസ്റ്റം ആണ്. ഓരോ ദിവസത്തെ മാർക്കറ്റും അന്നന്നത്തെ സിസ്റ്റം അനലൈസ് ചെയ്തിട്ടാണ് സിസ്റ്റം വരുന്നത്. സ്ട്രാറ്റജീസ് എല്ലാം അപ്ഡേഷൻ വരും. മാർക്കറ്റിൽ എപ്പോഴും അപ്ഡേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ടൂളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേഷൻ കിട്ടും. എല്ലാ മാസവും അതിന്റെ ബാക്ക് എൻഡ് അപ്ഡേഷൻ ഉണ്ടാവും.
സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറും. ഇപ്പൊ ഇന്നൊരു സ്ട്രാറ്റജി സിസ്റ്റം മാറണമെങ്കിൽ അതൊക്കെ മെഷീൻ ലേണിംഗ് സിസ്റ്റം ആണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ഇതാവേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഈ ഈ ഒരു ചാർട്ട് ഇപ്പൊ ഞാൻ കാണുന്നത് ട്രേഡ് വ്യൂവിന്റെ ആണല്ലോ നിങ്ങൾ ഇപ്പം ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇപ്പൊ എന്റെ മൊബൈലിൽ ഞാനിപ്പോ ആക്ച്വലി മെറ്റാ ട്രേഡർ 5 ചെയ്യുന്നത്. മെറ്റാ ട്രേഡിലാണ് ചെയ്യുന്നത്. ബ്രോക്കർ ബ്രോക്കർ ഞാൻ ചെയ്യുന്ന വീട്ടി മാർക്കറ്റിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ എക്സാമിലും ചെയ്യുന്നുണ്ട്. ബ്രോക്കർ ഓക്കെ. ഈ എക്സമും ഈ നിങ്ങൾ പറഞ്ഞ സാധനം ഒന്ന് എക്സം ആണല്ലേ? എക്സം നല്ല റേറ്റിംഗ് ഉള്ള ഒരു ബ്രോക്കറാണ്. ഇതാണോ? അതല്ല എക്സം എന്ന് പറഞ്ഞ ബ്രോക്കർ. ഓക്കെ. നിങ്ങൾ ബിനാൻസ് ഉപയോഗിക്കലുണ്ടോ? ബിനാൻസ് ഉപയോഗിക്കാറുണ്ട്. ഉണ്ട്. അപ്പൊ എക്സം എവിടെയുള്ള ബ്രോക്കറാണ്? എക്സം പിന്നെ ഒരു മിനിറ്റ്, അവർക്ക് അവരുടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെക്ക് ചെയ്തേ. ഇതാണോ എക്സം എന്ന് പറയുന്ന ബ്രോക്കർ? ഒരു മിനിറ്റ്, സ്ക്രീൻ കാണാറാ? ഒരു മിനിറ്റ് കാണുന്നില്ല, ലോഗോ കാണുന്നില്ല. ഇതാ ലോഗോ കാണുന്നില്ല. ഇത് തന്നെ യെസ്, ഇതാണ് വരുന്നത് എക്സം ബ്രോക്കർ അല്ലേ? ഓക്കെ. ഈ ബ്രോക്കറിനെ കുറിച്ച് നമ്മൾ നോക്കാം. നിങ്ങൾ ബിനാൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യത് ബിനാൻസിനെയാണ്. അതായത് ഒരു മുൻതൂക്കം ഞാൻ എപ്പോഴും ബിനാൻസിനെയാണ് ഞാൻ പ്രിഫർ ചെയ്യല്. വെച്ചാല് ബിനാൻസ് ആണ് നമുക്ക് ഒന്നും കൂടി ഡാറ്റാസ് കാര്യങ്ങൾക്ക് സെക്യൂർ ആയിട്ട് കാണിക്കുന്നത് ബിനാൻസ് ആണ്. ചിലത് പറയാൻ കാരണം ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമായിട്ട് ബിനാൻസിന്റെ ഉള്ളിൽ കാണിക്കുന്നത്. ഇതിപ്പോ ബിനാൻസിന്റെ ഉള്ളിലത്തെ ചാർട്ടാണ്. ഇത് ട്രേഡിംഗ് വ്യൂ ആണ് ഇവിടെ ചാർട്ട് സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ കണ്ടോ? അങ്ങനെ മേജർ ആയിട്ടുള്ള എല്ലാ ടോപ്പ് ബ്രാൻഡും ടോപ്പ് ബ്രോക്കേഴ്സിനും ചാർട്ട് സപ്ലൈ ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂ ആണ്. അപ്പം ബാക്കിയിലെ ബ്രോക്കേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് വ്യൂവിന്റെ ചാർട്ട് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരെന്തെങ്കിലും ആ ബ്രോക്കേഴ്സ് ട്രേഡിംഗ് വ്യൂ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇതിലേക്ക് ഒരാൾ ഒരു ബ്രോക്കർ കണക്ട് ആകുന്നുണ്ടെങ്കിൽ അപ്പൊ അവരെന്തെങ്കിലും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് സ്വാഭാവികമായിട്ടും ട്രേഡിംഗ് വ്യൂ അവരെ അക്സെപ്റ്റ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ഇപ്പൊ MT5 കണക്ട് ആക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സാധനം ബ്രേക്ക് ചെയ്യപ്പോ ഇതിലുള്ള ഫോറക്സ് ബ്രോക്കേഴ്സിനൊക്കെ എന്താക്കാ, ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും ട്രേഡ്. ഇതിൽ നിന്ന് കണക്ട് ചെയ്ത് ചെയ്യാം. പക്ഷേ ബിനാൻസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മള് ഇപ്പം KYC ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്നതല്ലേ, അപ്പം നമ്മളിപ്പം എന്താ പറയാ, അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഇല്ല, അത് നിലവില് ഇതൊക്കെ നിലവില് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതൊന്നും റെഡി ആയിട്ടില്ല. ഇപ്പൊ ഈ ടാക്സ് ഇഷ്യൂ, അതായത് ഞാൻ ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ബിനാൻസ് എപ്പോഴാണ് നമ്മൾ ബാങ്കിലേക്ക് ഡയറക്റ്റ് എമൗണ്ട് വിഡ്രോവൽ സിസ്റ്റം എപ്പോഴാണ് ഇന്ത്യൻ ബാങ്കിലേക്ക് കൊണ്ടുവരുന്നത്, അപ്പം മാത്രമേ ആ സാധനം നമുക്ക് അത് ഓപ്പൺ ആവൂ. അത് ഡിക്റ്റേറ്റ് ചെയ്യാം. അതായത് ബിനാൻസ് എന്ന് പറയുന്ന വാലറ്റിൽ നിന്ന് നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് എന്നാവണം, ക്രെഡിറ്റ് ആവണം. ക്രെഡിറ്റഡ് ബൈ ബിനാൻസ് എന്ന് കാണണം നിങ്ങളെ സ്റ്റേറ്റ്മെന്റിൽ. അങ്ങനെയാണെങ്കിൽ അത് അവർക്ക് എന്നാക്കാൻ നോട്ടീസ് ചെയ്യാൻ പറ്റും. ഇത് ബിനാൻസ് എന്ന് പറയുന്ന ബ്രോക്കറിന് വന്നതാണ്, അതിൽ എത്രയാണ് വന്ന എമൗണ്ട്, അതിൽ ഇത്ര പെർസെന്റേജ് ടാക്സ് ആണ്. അത് വരാത്തടത്തോളം കാലം ടാക്സിന്റെ കാര്യങ്ങൾ വരൂല. അതേപോലെ ബിങ്കെക്സ് ബൈബിറ്റിലൊന്നും ആ സിസ്റ്റം ഇല്ല. ഇത് നമുക്ക് ഉപയോഗിക്കാം, ബിങ്കെക്സ് ഉപയോഗിക്കാം. അപ്പൊ ഇതൊക്കെ കുറെ ഫോറക്സ് ബ്രോക്കർ ഉണ്ട്. നിലവിൽ നിങ്ങൾ ഫോറക്സ് ഉപയോഗിക്കുന്നത് ഗോൾഡ് ചെയ്യാനാണല്ലോ. ഗോൾഡ് ആണെങ്കിൽ നിങ്ങൾ ബിനാൻസിൽ ഗോൾഡ് ഉണ്ടല്ലോ ഓൾറെഡി. ബിനാൻസ് അതായത് എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത്, ഞാൻ എപ്പോഴും ചെയ്യല് ബിനാൻസ് ആണ്. ചില എക്സാം ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ കേട്ടിട്ടുണ്ട് എക്സ്എൻഎസ് ഞാൻ ഉപയോഗിച്ചിട്ട് നിലവിൽ ഇപ്പോഴും ഞാൻ അത് ഉപയോഗിക്കില്ല. കഴിഞ്ഞ ഒരു 1 year ആയിട്ട് ഉപയോഗിക്കില്ല. വെച്ചാൽ അതിലും കുറച്ച് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ചിലത് പറയാൻ പ്രശ്നം, ഇതൊക്കെ തേർഡ് പാർട്ടി ആയിട്ട് കണക്ട് ചെയ്യണം, MT5 ആയിട്ട് കണക്ട് ചെയ്യണം, അല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റൂല. ബിനാൻസ് അങ്ങനെയല്ല, ഒന്നുമായിട്ട് കണക്ട് ചെയ്യണ്ട, ഡയറക്റ്റ് നമുക്ക് ഉപയോഗിക്കാം. അതൊരു ബ്രോക്കർ പ്ലസ് വാലറ്റ് ആണ്. ബാക്കിയുള്ളത് പോലെയല്ല, ബാക്കി ഒരാൾക്കുള്ളാത്ത സിസ്റ്റം ആണ് ബിനാൻസിലുള്ളത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ബിനാൻസ് യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് എങ്ങനെ യൂസർ കംഫർട്ടബിൾ ആണ് എനിക്ക് അറിയില്ല. യൂസർ കംഫർട്ടബിൾ ആണ്, വളരെ ഈസിയാണ്. നമുക്ക് ജസ്റ്റ് അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. വളരെ ഈസിയാണ്. നമുക്ക് യൂസർ മൊബൈലൊക്കെ ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്.
ബിനാൻസിൽ നമുക്ക് ബിനാൻസ് ആപ്പിൽ നിങ്ങൾക്ക് ഇപ്പം Ethereum, BTC ഒക്കെ നമുക്ക് വാങ്ങി വെക്കാൻ പറ്റും ഉം. പൈസ കുറയുമ്പോൾ. അത് അങ്ങനത്തെ സ്പോട്ട് ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. സ്പോട്ടും ഉണ്ട്, മറ്റേതല്ലാതെ നമുക്ക് കോയിൻ മാത്രം ചിപ്പാക്കി മാറ്റി വെക്കാനും പറ്റും. കുറെ ഓപ്ഷൻസ് ഉണ്ട്. ആ. ആ അതൊരു ബാങ്ക് തന്നെയാണ്. നമ്മൾ ബാങ്കിൽ FD ഇടലും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ടല്ലോ. നമ്മളിപ്പോ ബാങ്ക് അതേ ബാങ്കിങ് സിസ്റ്റം ആണ് ബിനാൻസ് ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്നത്. ഉം. ആ അപ്പൊ എപ്പോഴും ബ്രോക്കേഴ്സിന്റെ ചതിക്കുഴികളിൽ, അതായത് ബ്രോക്കേഴ്സിന്റെ ഇതിലൊരിക്കലും നമ്മൾ പോവാതെക്കാം. പല ബ്രോക്കേഴ്സ് 98% ഫോറക്സ് ബ്രോക്കേഴ്സും ബിബുക്കും ആണ്. അത് മനസ്സിലാക്കിയാൽ മതി. ഇന്ത്യയിലുള്ളതും കേരളത്തിലുള്ളതും 98% ബ്രോക്കേഴ്സും ബിബുക്ക് ബ്രോക്കേഴ്സും ആണ്. അപ്പൊ അത് മനസ്സിലാക്കാം. അതിന്റെ ഉറവിടം എവിടെ? ഇപ്പൊ ഇതിന്റെ ഒരു നിങ്ങൾ പറഞ്ഞ എക്സമിന്റെ ഒരു ഉറവിടം എവിടുന്നാണ് നോക്കണം. നമുക്ക് അറിയില്ല അത് എവിടുന്നാണ്. എക്സം ഓക്കെ റേറ്റഡ് ആണ്, അത് മാത്രമല്ല ട്രസ്റ്റഡ് ആണ്. അത് വലിയ കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ബ്രോക്കറാണ് എക്സം എന്ന് പറയുന്നത്. സ്പോട്ടിൽ വിഡ്രോവൽ ഒക്കെ എന്ന് പറഞ്ഞാൽ സ്പോട്ടിലാണ് നമുക്ക് കിട്ടുക. സ്പോട്ട് വിഡ്രോവൽ ആണ്. 3 സെക്കൻഡ്സ് 4 സെക്കൻഡ്സിനകത്ത് നമ്മൾക്ക് നമ്മുടെ വാലറ്റിനകത്തേക്ക് വരും. അതൊക്കെ കുഴപ്പമൊന്നുമില്ല. അത് ചെക്ക് ചെയ്ത ഞാൻ ഉപയോഗിച്ചിട്ടില്ല എക്സാം. ഞാൻ ബിനാൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ ബിനാൻസിന്റെ ആ ഒരു ക്രെഡൻഷ്യൽ എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക് ഇതിനകത്ത്? ലാപ്ടോപ്പിൽ ഇതിപ്പം മൊബൈലിൽ ചെയ്യാൻ പറ്റുമോ ബിനാൻസിൽ? ബിനാൻസ് മൊബൈൽ തന്നെ ചെയ്യാം. മൊബൈൽ ഫ്രണ്ട്ലി ആണ്. ബൈനാൻസിൽ ഫോറക്സ് ഉണ്ടോ? ഇല്ലല്ലോ, ക്രിപ്റ്റോ മാത്രമേ ഉള്ളൂ. ഫോറക്സ് ആഡ് ആയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 മന്തായി ഇപ്പം ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ ഇതൊക്കെ ആഡ് ആയിട്ടുണ്ട് ഓൾറെഡി. കറൻസി പെയർ വരുന്നുണ്ടോ? കറൻസി ഇല്ല. കറൻസിയിൽ ട്രേഡ് ചെയ്യാതെ നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ എപ്പോഴും പേഴ്സണലി പ്രിഫർ ചെയ്യുന്നതാണ്. കറൻസി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കറൻസിയിലാണ് കുറെ കുഴപ്പങ്ങൾ, നമുക്ക് ചതിക്കുഴികൾ ഏറ്റവും കൂടുതൽ കറൻസിയിലാണുള്ളത്. കറൻസി പേഴ്സിലാണ്. മീറ്റിംഗിലുണ്ട് ഏതാ ഇവിടെ പറഞ്ഞ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സിസ്റ്റം ഞങ്ങൾ തരും. സിസ്റ്റം നല്ല പ്രോപ്പർ സിസ്റ്റം നിങ്ങൾക്ക് നമ്മൾ തരും. അതായത് എങ്ങനെയാണ് വെറുതെ ടൂർ എടുക്കാനുള്ള, അതിന്റെ കൂടെ ഒരു കറക്റ്റ് ഒരു ചാർട്ട് 12 മന്ത് കൊണ്ട് നമുക്കൊരു 12 മാസം കൊണ്ട് ഒരു 15x എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ഒരു സിസ്റ്റം, ഒരു പ്ലാൻ നിങ്ങൾക്ക് തരും ഞങ്ങൾ എന്തായാലും. അത് വെറുതെ ഉള്ള ഒരു പ്ലാൻ അല്ല, ഒരു പ്രോപ്പർ ഡാറ്റ സിസ്റ്റം ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ആണ് നമ്മൾ ചേർത്ത്. ഇതിലിപ്പോ എത്ര ആക്യുറസി ഏകദേശം നിങ്ങൾ പറയുന്നുണ്ട്? വിന്നിംഗ് റേഷ്യോ പറയുന്നത്, അതായത് ആദ്യം മനസ്സിലാക്കേണ്ടത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് ഞങ്ങൾ ഇത് ഓൾറെഡി നേരെ ട്രേഡിംഗ് വ്യൂ ഒരു പാർട്ട്ണർഷിപ്പ് ഉള്ള സിസ്റ്റം ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് ഞങ്ങളെ യൂസേഴ്സിനൊന്നുമില്ല പ്രീമിയത്തിന്റെ ആവശ്യമില്ല. അപ്പം ഈ ട്രേഡിംഗ് വ്യൂ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ മിനിമം അതിന് 50% ആക്യുറസി നിർബന്ധമാണ്. 50% ട്രേഡിംഗ് ആക്യുറസി ഇല്ലാതെ നമുക്ക് അതിലേക്ക് എന്നാവൂല എൻട്രി ചെയ്യാൻ പറ്റൂല. സിസ്റ്റത്തിലേക്ക് ഇതിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ മിനിമം 50% ആക്യുറസി എന്നുണ്ട് ഈ ടൂളിന് നിർബന്ധമാണ്. പക്ഷെ നമുക്കിപ്പം നിലവിൽ അതിന്റെ ഒരു ആക്യുറസി എന്ന് പറഞ്ഞാൽ 70-75 ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റ് അനുസരിച്ചാണ്. ചില സമയം 60 ആവാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസത്തിലാണ് മാർക്കറ്റിൽ. ഇപ്പൊ ഇന്ന് നടക്കുന്ന മാർക്കറ്റിൽ നടക്കുന്ന ബിസിനസ് അല്ല നാളെ ഉണ്ടാവല്. അപ്പൊ എപ്പോഴും ഒരൊറ്റ ആക്യുറസി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നിലവിൽ ഇപ്പോഴും കാര്യങ്ങൾ ആക്യുറസിക്കൊന്നും കുഴപ്പം നിലവിൽ വരെ ഇല്ല. അതായത് കറക്റ്റ് ആണ്, കാര്യങ്ങളൊക്കെ ഇതുവരെ കറക്റ്റ് ആണ്. അങ്ങനെ ആവുമ്പോ ഇത് നമ്മളെല്ലാ ട്രേഡും ഇതിലേക്ക് ഇതൊക്കെ എൻട്രി വരുന്ന എല്ലാ ട്രേഡും എടുക്കേണ്ടി വരില്ലേ നമുക്ക്? ഇല്ല, നിങ്ങൾ എല്ലാ എൻട്രി വരുന്ന, അതായത് ഒരു ദിവസം നിങ്ങൾക്ക് ഇപ്പം എല്ലാ മാർക്കറ്റ് പോകുന്നതിനനുസരിച്ച് നമ്മളെ സിസ്റ്റം പോകൂല. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇന്നിവിടെ ഇതിന്ന് ഒരു 6 മണിക്ക് വന്ന ട്രേഡാണ് ഈ കാണുന്നത്. ഈ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഒരു 6 മണിക്ക് വന്ന ഒരു ട്രേഡാണ് ഇപ്പൊ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. 6 മണിക്ക് വന്നതാണ്. ഇതിന് മുന്നേ വന്നത് അടുത്തൊരു ട്രേഡ് ഇവിടെ വന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയ ട്രേഡാണ്. അതായത് നേരത്തെ ഇവിടെ കംപ്ലീറ്റ് ആയ ട്രേഡ് എന്ന് പറഞ്ഞാല് ഇന്ന് രാവിലെ 8:55 വന്നതാണ്. ഒരു നല്ലൊരു ട്രേഡ്. ബൈ എൻട്രി ആണ് രാവിലെ. 8:1 നല്ലൊരു ഇതുണ്ടായിരുന്നു, ഒരു ഹൈ പമ്പിങ് ഉണ്ടായിരുന്നു രാവിലെ. അതിനുശേഷം ഇവിടെ ചെറിയൊരു സെൽ എൻട്രി, ഒരു ടാർഗറ്റ് 1 ഒക്കെ അടിക്കുന്ന, ഒരു ടാർഗറ്റ് 1, 2 അടിക്കുന്ന ചെറിയൊരു സെൽ എൻട്രി ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇന്നത്തെ ഉണ്ടായത്. ഇന്നത്തെ അതല്ല, അതിന് മുന്നേ
അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് 2 ട്രേഡേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല രണ്ടല്ല, ഇത് 7 മണിക്കൂടെ ഒരു ചെറിയൊരു സെൽ എൻട്രി ഉണ്ടായിരുന്നു. TP1 അടിച്ചതാ. 7 മണിക്ക് ഉണ്ടായതാണ്. പിന്നെ ഉണ്ടായത് 6 മണിക്ക് ഇവിടെ ഇതൊരു SL അടിച്ചതോ രാവിലെ, ചെറിയൊരു SL രാവിലെ ഉണ്ടായിരുന്നു 6 മണിക്ക് ഓപ്പൺ ആയ പാട്. അപ്പൊ ആവറേജ് എത്ര ട്രേഡ് വരും ഒരു ദിവസം? അതായത് ഞാൻ ഇതുവരെ നല്ലൊരു മാർക്കറ്റിലാണെങ്കിൽ ഇപ്പൊ ഇത് ഇത്രയും നല്ല വൃത്തിയായിട്ടൊരു മാർക്കറ്റാണ് ഇത് ഇന്നുണ്ടായത്. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലത്തെ ഒരു ഹിസ്റ്ററി പറയാവോ? ഇന്നലെ നല്ല മാർക്കറ്റ് ആയിരുന്നു. ഇന്നലത്തെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ജൂൺ 1 തീയതി ഇവിടെ. ജൂൺ 2 രാത്രി ഏകദേശം 11 മണിക്ക് അങ്ങോട്ട് ബാക്ക് ടു ബാക്ക് ആയിട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയ ട്രേഡാണ് ഇവിടെ. ഒരു ട്രേഡ് ഇവിടെ കംപ്ലീറ്റ് ആയി, രാത്രി കംപ്ലീറ്റ് ആയതാണ്. ഏകദേശം 21:05 എന്ന് പറയുമ്പോൾ 11:05 ആയിരുന്നു. അവിടെ ഉണ്ടായ ട്രേഡാണ്. 11:05 തുടങ്ങി ഏകദേശം ഒരു 12 മണി, ഒരു അരമണിക്കൂർ കംപ്ലീറ്റ് ആയ ഒരു ട്രേഡ് അവിടെ കംപ്ലീറ്റ് ആയി ഇന്നലെ. ഇതും കംപ്ലീറ്റ് ആയതാണ്. ഇത് ഏകദേശം ഇന്നലെ ഒരു 6:40 വന്നൊരു ട്രേഡാണ്. ഇതും ട്രേഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ട്രേഡ് ഇവിടെ കംപ്ലീറ്റ് ആയി, TP1 അടിച്ചൊരു ട്രേഡാണ്, ചെറുതാ. ഇത് ഇന്നലെ കംപ്ലീറ്റ് ആയത്. ഇത് ചെറിയൊരു SL ഉണ്ട് ഇന്നലെ, ചെറിയൊരു SL ഇവിടെ. ഇത് ഇന്നലെ കംപ്ലീറ്റ് ആയത്. ഏകദേശം 5 ഇന്നലെ ഉണ്ട്. 5 ഇതൊരു SL. ഇന്നലെ എത്ര വിന്നിംഗ് റേഷ്യോ എത്ര ഉണ്ടായിരുന്നു? ഇന്നലെ ഒരു 65, 68 അടുത്തുണ്ടായിരുന്നു. അല്ല, ഇന്നലെ ഏകദേശം ഒരു 10 ഏകദേശം ഒരു 8ഓളം. അപ്പൊ ഇതില് ഇന്നലത്തെ ഇത് ഇന്നലെ കഴിഞ്ഞതല്ല. ഇന്നലെ ഏകദേശം നല്ല മാർക്കറ്റാണ് ഉണ്ടായത്. ഇന്നലെ ഏകദേശം നല്ല എൻട്രീസ് ഉണ്ടായിരുന്നു. ഒരു TP4 അടിച്ച ഒരു 3 എൻട്രിയാണ് ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത്ര എൻട്രീസ് ഒന്നും നമുക്ക് വേണ്ട. അതായത് ഞങ്ങളൊരു സിസ്റ്റം നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് അതിന് നിങ്ങൾക്ക് ഡെയിലി എത്ര നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം, മന്ത്ലി എത്ര ടാർഗറ്റ്, ഇയർലി എത്ര വരണം, ഒരു ടാർഗറ്റ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ഇപ്പം ഞങ്ങളെ സിസ്റ്റത്തിന്റെ കൂടെ വരുന്നവർക്ക് ആദ്യത്തെ ഇനീഷ്യൽ $100 ക്യാപിറ്റൽ ആണെങ്കിൽ ആൾക്ക് ഉണ്ടാവില്ല. ആൾ $5 ആളെ ടാർഗറ്റ് ഉണ്ടാവില്ല ഫസ്റ്റത്തെ മാസം 30 ട്രേഡിൽ. ആദ്യത്തെ 30 ട്രേഡ് എന്ന് പറഞ്ഞാൽ $5 അയാൾ ആ വ്യക്തി പ്രോഫിറ്റ് എടുക്കേണ്ടത്. സെക്കൻഡ് മന്ത് മുതൽ അത് മാറും. അപ്പൊ അങ്ങനെ ഒരു കോമ്പൗണ്ടിങ് സിസ്റ്റം ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യുന്നെങ്കിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സിസ്റ്റം എപ്പോഴും ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ്, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നീ അക്സെപ്റ്റ് ചെയ്യുന്ന ഇപ്പൊ ഒരു ട്രേഡ് ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തിരി. ഇപ്പൊ ഇവിടെ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയി, ഇതുവരെ അടുത്തൊരു എൻട്രി വന്നിട്ടില്ല. കംപ്ലീറ്റ് ആയപ്പോഴാണ് ഇത് ക്യാൻഡിൽ പോകുന്നതിന്റെ പിന്നാലെ നമ്മളെ സിസ്റ്റം പോകുന്നില്ല. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. അവിടെ കഴിഞ്ഞു, ഒരു സെക്ടർ അവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് സെക്ടറിന് വാച്ച് ചെയ്യാണ് മാർക്കറ്റ്. അപ്പൊ നെക്സ്റ്റ് എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത് കാര്യങ്ങൾ അത് പഠിക്കുകയാണ് ചെയ്യുന്നത് സിസ്റ്റം. നമ്മളെ സിസ്റ്റത്തിന് പിന്നെ ഇതൊരു ഡാറ്റാ ബോക്സ് ആണ്. ഇതിനൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരും. ഇതിലൊക്കെ നമുക്ക് കൺഫർമേഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇത് നമ്മൾ പഠിപ്പിച്ചു തരുന്ന സിസ്റ്റമാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ട്രേഡിംഗിൽ ഇംപ്ലിമെന്റ്, മൊബൈലും ലാപ്പിലും നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ലൈഫ് ടൈമിലേക്കാണ് ഈ സാധനത്തിൽ ഇപ്പൊ നിലവിൽ ലൈഫ് ടൈമിലേക്കാണ് കൊടുക്കുന്നത്. ഇതിന്റെ നമ്മൾ ടൂളിന്റെ ഒരു പ്രൈസിങ് വരുന്നത്, ആക്ച്വൽ പ്രൈസിങ് 35,000 നമ്മൾ ലൈഫ് ടൈമിലേക്ക് ഫുൾ ഇതാണ് കൊടുക്കുന്നത്. ഇപ്പൊ നിലവിൽ ഈ ഒരു വീക്ക് നിങ്ങൾക്ക് അത് 25,000 നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്ക് പർച്ചേസ് ചെയ്യാം. ഒരു ലൈഫ് ടൈം പർച്ചേസ്മെന്റ് നിങ്ങൾക്ക് ഒരു 25,000 നിങ്ങൾക്ക് കാര്യങ്ങൾ നോക്കാൻ പറ്റും. അത് ഇംപ്ലിമെന്റ് നിങ്ങളെ സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റും. കാര്യങ്ങളൊക്കെ ഇപ്പൊ ലൈഫ് ടൈമിലേക്ക് കിട്ടും. അതെ. അപ്പൊ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഞാൻ ചോദിക്കാട്ടാ. എന്ത് കാര്യങ്ങളുണ്ട് ഇതിലിപ്പം ട്രേഡിംഗ് വ്യൂവിന്റെ മീൻസ് നമ്മളെ എന്താ പറയാ ബിനാൻസില് എങ്ങനെയാണത് കാണുക? നിങ്ങൾ ഇതിപ്പോ ബിനാൻസ് ആണോ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്? ബിനാൻസ് ഇവിടുന്ന് നേരെ കണക്ട് ചെയ്യാം. ഇതാ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ബിനാൻസ് കണക്ട് ആവും. ബിനാൻസ് കണക്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും ബിനാൻസ് കണക്ട് ആക്കിയിട്ട്. മൊബൈലില് ഇപ്പൊ എനിക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എന്താ പറയാ നിങ്ങളൊരു ഡെമോ പോലെ അങ്ങനെ വല്ലതും യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് തരുന്നുണ്ടോ? ഇതിന്റെ അടുത്ത് പറഞ്ഞാല് ഇതിന്റെ മൊത്തം ആക്സസ് ഉള്ളത് ട്രേഡിംഗ് വ്യൂവിന്റെ അടുത്താണ്. ആരുടെ അടുത്ത്? ഇതിപ്പോ ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ കയ്യിലാണ് ഈ സിസ്റ്റത്തിന്റെ. ഞങ്ങളെ കമ്പനി ഇത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം.
അവർ ഞങ്ങൾക്കുള്ള ആക്സസ് ഇത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, പഠിപ്പിക്കുക, കാര്യങ്ങളുള്ളതാണ്. ഇത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് ആരെങ്കിലും ഇൻവെസ്റ്റ് ആക്കി നമ്മൾ തന്നെ റിമൂവ് ആക്കി കഴിഞ്ഞാൽ സ്കാം പോലെയായി അവിടെ. അത് ട്രേഡിംഗ് വ്യൂക്കാണ് എഫക്ട് ചെയ്യല്. അതിന്റെ ഉള്ളിൽ നിന്നാണ് അങ്ങനെ സംഭവം നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇമ്പാക്ട് അവർ. അപ്പം ഈ സിസ്റ്റത്തിന്റെ മൊത്തം ആക്സസ് അവരുടെ കയ്യിലാണുള്ളത്. അപ്പൊ അത് അവർ ട്രസ്റ്റ്. ട്രേഡിംഗ് വ്യൂ എന്നൊരു പ്ലാറ്റ്ഫോം സാധാരണ ഒരാൾക്ക് നോർമൽ ഒരു യൂസറിന് എടുക്കണമെങ്കിൽ ഇപ്പൊ 10,000 അതിന്റെ പ്രീമിയം ഒക്കെ എടുക്കണമെങ്കിൽ കുറെ ടൂളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ 10,000 5,000 മന്ത്ലി കൊടുക്കണം. അപ്പൊ അത്രയും ഒരു ഡിമാൻഡുള്ള പ്ലാറ്റ്ഫോമാണ് വെച്ചാൽ ഇവരുടെ കയ്യിൽ മാത്രമാണ് റിയൽ ഡാറ്റ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതിലെ ഒരു ടെസ്റ്റിംഗ് ഡോസ് എന്നുള്ളതിന് നിങ്ങൾക്ക് ഇതില് അതിന്റെ ആവശ്യം കാണുന്നത് വെച്ചാല് പല ബ്രോക്കേഴ്സും അതിന്റെ ട്രയല് കൊടുക്കുന്നത് അവരുടെ സ്വന്തം ബ്രോക്കറിന്റെ ഉള്ളിൽ സിസ്റ്റത്തിന്റെ ഉള്ളിലാണ്. ഇപ്പൊ ലെസ് അൽഗോ എന്ന് പറഞ്ഞൊക്കെ കുറെ കമ്പനീസ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ചെയ്യുന്നത് ഡെമോ യൂസേഴ്സിന് കൊടുക്കൽ എന്ന് വെച്ചാൽ സ്വന്തം വെബ്സൈറ്റിനുള്ളിലാണ്. ട്രേഡിങ്ങിന്റെ ഉള്ളിൽ ഡെമോ കൊടുക്കാൻ പറ്റൂല. വെച്ചാൽ ഇവർക്ക് റിയൽ ഡാറ്റ ഇവരുടെ കയ്യിലാണുള്ളത്. നമുക്ക് ഡെമോ ഡാറ്റയിലൊക്കെ എന്താക്കാം ട്രയൽ കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ സിസ്റ്റം ഉണ്ട്. ഡെമോ ഡാറ്റ അല്ലേ, അല്ലെങ്കിൽ ട്രയൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. റിയൽ ഡാറ്റയിൽ ട്രയൽ എന്തായാലും ഇവർ കൊടുക്കാത്ത സിസ്റ്റം ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. മനസ്സിലായി. ഇതിലിപ്പം ബിനാൻസിൽ അങ്ങനെ ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ ഇത് ട്രയൽ കൊടുക്കുവോ? അല്ല, ബിനാൻസിൽ ഡെമോ അക്കൗണ്ട് നിങ്ങൾ ചെയ്യണ്ട. ഒരിക്കലും ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്തതിനെ കൊണ്ട് അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്കതൊന്ന് യൂസർ ഫ്രണ്ട്ലി എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിട്ട് അത് നിങ്ങൾക്ക് 1 to 1 ആയിട്ട് കാര്യങ്ങൾ തരും. ഇത് യൂസർ ഫ്രണ്ട്ലി എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളൊരു 1 to 1 ആയിട്ട് സെക്ഷൻ ഉണ്ടാവും. ഇത് വെറുതെ നിങ്ങൾ തന്നെ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ തന്നെ ചെയ്യാന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. ഇത് ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനും നാളെ ഇംപ്ലിമെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 1 to 1 സെക്ഷൻ ഉണ്ടാവും. എങ്ങനെ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഇതിന്റെ ഓവർവ്യൂ തന്നതാണ് ടൂളിന്റെ. നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ട്രെയിനിങ് ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് ആകുന്നവരെ ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാകുന്നവരെ ട്രെയിനിങ്സ് ഉണ്ടാവും. അത് ട്രെയിനിങ്സ് അത് നിങ്ങൾ നോക്കണ്ടാണ്. ഇതിപ്പോ ജസ്റ്റ് നമ്മൾ ടൂളിന്റെ സിസ്റ്റം മാത്രമാണ്. എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാം ട്രെയിനിങ് ഒക്കെ നമ്മുടെ ടീം തരും. മെന്റർ ഉണ്ടാവും. ഓക്കെ. അപ്പം ബിനാൻസിനകത്താണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അല്ലേ? അല്ല, ബിനാൻസ് ആണ് നല്ലത്. ഞാൻ പേഴ്സണലി പറഞ്ഞതാണ്. ഉപയോഗിക്കുന്ന ഏത് ഉപയോഗിക്കും. ഞാൻ പേഴ്സണലി ഒരു സജഷൻ ഞാൻ ഉപയോഗിക്കുന്നത് പറഞ്ഞതാണ്. ഞാൻ ബിനാൻസ്, ബൈബിറ്റ്, ബിങ്കെക്സ് ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഡെൽറ്റ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന മാർക്കറ്റാണ്. അതുകൊണ്ട് ഞാൻ സജഷൻ തന്നതാണ്. ബ്രോക്കേഴ്സ് കുഴപ്പമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രോക്കേഴ്സ് ഏതാണെന്നുള്ളത് ഓരോരുത്തർ എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. അപ്പൊ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും എന്താണ് അതിന്റെ ബാക്ക് എൻഡിൽ നിന്നുള്ളത്. അത് ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരും. ഇമ്പീരിയൽ മാർക്കറ്റ്സ് എങ്ങനെയാണ്? ഏതാ ഇമ്പീരിയൽ മാർക്കറ്റ്സ്? ഇമ്പീരിയൽ മാർക്കറ്റ്സ് ആണോ? എനിക്ക് അതിന്റെ ഇത് അയച്ചു തരണം, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇമ്പീരിയൽ മാർക്കറ്റ്സ് ആണല്ലേ? ഇതാണോ ഇമ്പീരിയൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്? എന്തെങ്കിലും സാധനം അടിച്ചാൽ ഇതാണ് ഇമ്പീരിയൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കമ്പനിയാണ്. എനിക്ക് തോന്നിട്ട് നാട്ടിലത്തെ കമ്പനിയാണ്. ഇവിടുത്തെ കമ്പനിയാണ്. ഇത് ഇവിടുത്തെ കമ്പനിയാ. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യൂറോപ്പിൽ എവിടെയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് സപ്പോർട്ട് എങ്ങനെയാണ് കിട്ടുന്നത്? ഇതിന്റെ ലോഗോ ഒന്ന് കാണിച്ചു തരാമോ? ഇമ്പീരിയലിന്റെ ലോഗോ വരുന്നത് UAE അവരൊക്കെ ഓഫീസ് ഉണ്ട്. അപ്പൊ അവിടെ നിന്നൊരു ഇതാണ് ലോഗോ. ഓക്കെ. അപ്പം ഈ ബ്രോക്കർ വരുന്നത് പുള്ളി പറഞ്ഞത് ഇത് ബുക്ക് ബ്രോക്കർ ആണെന്നാണ്. ആരാണ്? മലയാളിയാണോ? മലയാളി അവിടുത്തെ ഓഫീസ് സ്റ്റാഫാ. ബ്രോക്കറാ. ഇത് റെഗുലേറ്റഡ് ആണ്. ഇത് മൗറീഷ്യസ് സെക്യൂരിറ്റി ട്രേഡിംഗ് ലൈസൻസ് ആണ് ഇവരുടെ.
ഇത് പിന്നെ റെഗുലേറ്റഡ് ആണ്, ലൈസൻസ് ഉള്ളതാണ്, ഫുൾ ലൈസൻസ് ആണ്, പക്ഷെ റേറ്റിംഗ് കുറവാണ്. റേറ്റിംഗ് കുറവാണ്. ഇതിന്റെ ബാക്ക് എൻഡ് കുറച്ച് കാര്യങ്ങളുണ്ട്, മാറ്റമുണ്ട്. ലൈസൻസും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. ബാക്ക് എൻഡിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അത്ര അതായത് അത്ര യൂസേഴ്സ് ഇല്ല വലിയ യൂസേഴ്സ് ഇല്ല വെച്ചാല്. ഞാനത് പറയാൻ കാരണം ഇതാ കമ്പനിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആണ്. അവരുടെ പ്രൊഫൈൽ നോക്കിയാൽ തിരിയും. ഇതവരെ കമ്പനിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആണ്. നേരത്തെ നമ്മൾ സംസാരിച്ച എക്സമിന്റെ ഒക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാല് അത് ആൻഡ്രോയിഡ് അതേപോലെ iOS ഒക്കെ ഓൾറെഡി സപ്പോർട്ടും കാര്യങ്ങളും ഉള്ളതാണ്, ആപ്പൊക്കെ ഉള്ളതാണ്. അതായത് നമ്മൾ നോക്കേണ്ടതാണ്. അതായത് ഇതിപ്പോ നമ്മൾ നേരത്തെ എക്സം എന്ന് പറഞ്ഞ ഇതിൻ്റെതാണ്. ഇത് ഓൾറെഡി ഇതില്ലാത്തതാണ്. അപ്പം ഇന്റീരിയർ ഇത് നമുക്ക് അത്ര പ്രിഫർ ചെയ്യാൻ പറ്റാത്ത, ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. റെഗുലേറ്റഡ് ആണ്, ഫുൾ ലൈസൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ റേറ്റിംഗ് കുറവാണ്. നമ്മൾ ഓൺ റിസ്കിൽ ചെയ്യേണ്ടി വരും. റേറ്റിംഗ് കുറവാണ്. ചില പറയാൻ കാരണം ഇതിന്റെ ഇപ്പോ ഇത് കണ്ടോ, ലൊക്കേഷൻ കൊടുത്തത് കണ്ടോ, ഇപ്പം സാധാരണ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബിനാൻസിന്റെ ഒരു സ്റ്റാഫിനെ നമുക്ക് വിളിക്കാൻ പറ്റൂല, നമ്മളൊരാൾ വിളിക്കുകയും ചെയ്യില്ല. അതൊക്കെ ട്രസ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ അങ്ങനെ ഒരു സിസ്റ്റം വരുന്നത് നമുക്ക് തിരിയത് കാര്യങ്ങൾ. ബ്രോക്കർ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പം ബ്രോക്കറിൽ എപ്പോഴും നമ്മൾ നോക്കണം അതിന്റെ ബാക്ക് എൻഡ് എവിടെയാന്ന് നോക്കണം. വെച്ചാല് വിഡ്രോവൽ ആക്സസ് എപ്പോഴും നിങ്ങളെ കൺട്രോൾ ഉണ്ടായിരിക്കണം. പ്രോഫിറ്റ് വരുന്ന സമയമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിന്റെ ഫുൾ ആക്സസ് നിങ്ങളെ കയ്യിലായിരിക്കണം ഉണ്ടാവേണ്ടത്. തേർഡ് പാർട്ടി കണക്ഷൻ എപ്പോഴും നമുക്ക് എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് അതിന്റെ ഒരു ഇത് വരുന്നത്. അത് നിങ്ങളൊന്ന് കാര്യങ്ങള് ഇതാക്കിയാൽ ബ്രോക്കേഴ്സ് കുറെ ഉണ്ട് മാർക്കറ്റിൽ, ഇഷ്ടംപോലെ ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പൊ ഏതാ സെലക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പം കുറെ ഉണ്ട്. ഫണ്ടഡ് അക്കൗണ്ടന്റ് ആണ് 5 years എന്ന് പറഞ്ഞത്, നല്ലതാണ്, കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. ഇത് കുറെ ഉണ്ട് നല്ല നല്ല ബ്രോക്കേഴ്സ്. ഇതൊക്കെ നല്ല നല്ല ബ്രോക്കേഴ്സ്. ആരും ഇതിലേക്ക് എത്താത്തതിന്റെ പ്രശ്നമേ ഉള്ളൂ. എനിക്കിപ്പോ അറിയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങളെ മൊബൈലില് ഇതിനകത്ത് ഇതുണ്ടോ, എന്താ പറയാ, ബിനാൻസിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു വിൻഡോ എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന്. ഇപ്പൊ നിങ്ങളെ ലാപ്ടോപ്പിലല്ലേ കാണിച്ചു തരുന്നത്? ഇതിപ്പോ ലാപ്ടോപ്പിലാണ് ഉള്ളത്. അതെനിക്ക് മൊബൈലിൽ എനിക്കൊന്ന് കാണിച്ചു തരാനുള്ള എന്താ ഓപ്ഷൻ? മൊബൈലിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. തൽക്കാലം മൊബൈലിൽ ഞാനിപ്പോ ട്രേഡിംഗ് വ്യൂവിന്റെ ഓൾറെഡി എന്റെ കയ്യിൽ ട്രേഡിംഗ് വ്യൂ ഉണ്ട്. ഇത് എന്താ പറയാ, പെയ്ഡ് അല്ല, പെയ്ഡ് വെർഷൻ അല്ല, നോർമൽ വെർഷൻ. ഞങ്ങള് യൂസേഴ്സിന് നോർമൽ മതി, പെയ്ഡിന്റെ ആവശ്യമില്ല. അതിനകത്ത് ഞാൻ ഓൾറെഡി ഒരു ഇൻഡിക്കേറ്റർ, എനിക്ക് എന്റെ ഒരു പ്രൊമോട്ടറുടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് അതിനകത്ത്, ആക്യുറേറ്റ് ആണത്. അപ്പം അതിനകത്ത് ഇതും കൂടിയും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാ? നമുക്ക് ഇൻഡിക്കേറ്റർ ഇംപ്ലിമെന്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇൻഡിക്കേറ്റർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇതിലിപ്പോ നിങ്ങൾക്ക് മൊബൈൽ സ്ക്രീനിൽ വരുന്ന സമയം ബിനാൻസിന്റെ മൊബൈലാണ്. മൊബൈൽ പോലെ ഓക്കെ അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഇതാണ് ബിനാൻസിന്റെ മൊബൈൽ സ്ക്രീൻ വരുന്നത്. പക്ഷെ അതിന്റെ ഫ്രണ്ടിൽ നിങ്ങളുടെ ഇതുണ്ടല്ലോ, ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഏതാ ഇത്? ഇത് കമ്പ്യൂട്ടറിന്റെ. ഓക്കെ ഓക്കെ.
ഇതാണ് വരുന്നത്. ഇപ്പൊ സ്പോട്ടിലാണ്. സ്പോട്ടിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. ചാർട്ട് ഒന്ന് കാണിക്കാവോ? ഇതിലിപ്പോ ചാർട്ട് നിങ്ങൾക്ക് ഇപ്പൊ മൊബൈലിൽ ചാർട്ട് കാണിക്കാനാണെങ്കിൽ ചാർട്ട് കാണിക്കാം. മൊബൈലിൽ ചാർട്ട് കാണിക്കുകയാണെങ്കിൽ ഇതാണ് ചാർട്ട് വരുന്നത്. ഇത് കാണുന്നില്ല കേട്ടോ. മൊബൈലിൽ ഇതാണ്. മൊബൈലിൽ അതിന്റെ അകത്ത് വരുന്ന ചാർട്ടാണ് കേട്ടോ. മൊബൈലിന്റെ അകത്ത് വരുന്ന ചാർട്ടാണ്. അതെ, ഇപ്പൊ ഞാൻ എന്റെ മൊബൈൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. പക്ഷെ നിങ്ങൾ എപ്പോഴും നല്ലത് ബിനാൻസിന്റെ ചാർട്ട് നോക്കണ്ട. ബിനാൻസിന്റെ ചാർട്ട് നോക്കുന്നതിനായിട്ട് നല്ലത് നമുക്ക് മൊബൈലിൽ തന്നെ ട്രേഡിംഗ് ഓപ്പൺ ആക്കാമല്ലോ. എന്നിട്ട് അതിനകത്ത് നിങ്ങളുടെ അതിന്റെ അകത്ത് നേരെ കണക്ട് ചെയ്യാം. അപ്പൊ രണ്ടെണ്ണത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ എന്താക്കുന്ന വെച്ചാൽ നേരെ ഇപ്പൊ ട്രേഡിംഗ് വ്യൂ മൊബൈലിൽ കാണിച്ചു തരാം. പക്ഷെ അന്നേരം ട്രേഡ് മൊബൈലിലും മീൻസ് ബിനാൻസിലും ചാർട്ട് വേറെ നോക്കണ്ടേ നമ്മള്? വേണ്ട. ഇതിപ്പോ മൊബൈലിലാണ് ചാർട്ട് എടുക്കാം. ഓക്കെ, ഇതില് ചാർട്ട് വരും. മൊബൈലിൽ ചാർട്ട് എടുക്കാം. ഈ ചാർട്ടിൽ ഓടായിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രോക്കർ എന്നാക്കിയാൽ മതി, കണക്ട് ചെയ്താൽ മതി. ആ ബ്രോക്കർ ഏതാണ്, നിങ്ങൾ ബിനാൻസ് ആണെങ്കിൽ ബിനാൻസ് നേരെ കണക്ട് ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് എക്സ്എൻഎസിൽ എടുക്കുന്ന പോലെ ഇതിൽ തന്നെ ഡ്രാഗ് ചെയ്ത് നമുക്ക് എൻട്രിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ആ സിസ്റ്റത്തിൽ ഓപ്പൺ ആവും. ഇപ്പം ബിനാൻസ് ആണെങ്കിൽ ബിനാൻസ് എടുക്കുക, അത് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് ഇവിടെ തന്നെ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും, എല്ലാ പ്രൊസീജിയറും. അങ്ങനെയാകുമ്പോ ട്രേഡിംഗ് വ്യൂവിൽ എനിക്കിപ്പോ ബിനാൻസ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുക? ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഞാനിപ്പോ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ട അടുത്ത്? ഇവിടെ ഈ ആരോ കണ്ടോ, താഴേക്കും മേലേക്കുള്ള ഒരു ആരോ കണ്ടോ? ഒരു മിനിറ്റ്. മൊബൈലില് ഏത് ആരോ? ഒരു ആരോ കണ്ടോ? പെൻസിൽ ടൂൾ കണ്ടോ താഴെ? അതിന്റെ നേരെ ഓപ്പോസിറ്റ് രണ്ട് ടൂള് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ആരോ കണ്ടോ മേലേക്കും താഴേക്കുള്ള? നിങ്ങൾ അതിലൊന്ന് ഷോ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇല്ല, ഇതാണതാ. ഇപ്പൊ ഇതില് കാണുന്ന ഫസ്റ്റ് ഇത് കണ്ടോ? ഈ ആരോ ചാർട്ടിന്റെ കുറച്ച് മുകളിലുള്ള പ്ലസിന്റെ ഇപ്പുറത്തുള്ള 18 എന്ന് പറയുന്ന പ്ലസിന്റെ നേരെ ഇപ്പുറമുള്ള 18 എന്ന് പറയുന്ന നേരെ താഴെ ഏരോ കണ്ടോ? ഇതാ ഏരോ നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ വരും ബ്രോക്കേഴ്സിന്റെ. 18 അവിടെയാണ്. പിന്നെ അവിടെ പ്രസ് ചെയ്യണം അല്ലേ? അത് ഏത് മൊബൈലിലല്ലേ? മൊബൈലില്. അപ്പൊ ലാപ്ടോപ്പിലാണെങ്കിൽ ഇതെവിടെ? അതല്ല ഞാൻ പറഞ്ഞ, ഇപ്പം ട്രേഡിംഗ് വ്യൂവിലല്ലേ ഇത് ഓപ്പൺ ചെയ്യണ്ടേ? ട്രേഡിംഗ് വ്യൂവിലാണ്. ട്രേഡിംഗ് വ്യൂവിൽ എവിടെയാ അത് കാണുന്നില്ലല്ലോ. എനിക്കൊന്ന് ഇപ്പോ ഒരു മിനിറ്റ്, മൊബൈൽ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാവും മൊബൈൽ, ഫസ്റ്റ് ഉണ്ടാവും ഇത് താഴെ. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ സംതിങ് ഡിഫറെന്റ് ആണല്ലോ. ഇവിടെ താഴെ ഫസ്റ്റ് ഉണ്ടാവും. അത് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ കണക്ട് ചെയ്ത് തരാം. വാട്സാപ്പിൽ കണക്ട് ചെയ്താൽ മതി, ഞാനത് ചെയ്തുതരാം. ഇത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞാനത് കണക്ട് ചെയ്യാം. എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ് കാര്യങ്ങളെന്ന് ചോദിക്കാം. നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ? എന്റെ പേര് വസീം എന്നാണ് എന്റെ പേര്. അല്ലേ? അപ്പം നിങ്ങളെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാ കഴിഞ്ഞാല്? നമ്പർ ഞാൻ ഫോർവേഡ് ചെയ്യും. നമ്പർ ഞാൻ തരാം, ഫോർവേഡ് തരാം. നമ്മൾ ഏത് നമ്പറിലേക്കാണ് മെസ്സേജ്? ഞാൻ ഇതിലേക്ക് നമ്പർ, കമ്പനി നമ്പർ ഞാൻ ഇതിലേക്ക് ഔട്ട് ചെയ്ത് തരാം. അതിലേക്ക് കമ്പനി നമ്പർ ഞാൻ എനിക്ക് മെസ്സേജ് വന്ന 7356027185. ലാസ്റ്റ് എത്രയാണ്? 185 7185. ഞാൻ എന്റെ കമ്പനി നമ്പർ ഇതിലേക്ക് തരുന്നുണ്ട്. അതിലേക്ക് 8139 ഇതാണ് എന്റെ കമ്പനി നമ്പർ വരുന്നത്. ഞാനത് മെസ്സേജിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ മെസ്സേജ് ഇട്ടിട്ടുണ്ടോ? 81 ഇതിൽ തന്നെ മെസ്സേജിൽ ഇട്ടിട്ടുണ്ട്. 8139883644. ഇതാണ് കമ്പനി നമ്പർ. എവിടെ നമ്പർ കാണുന്നില്ലല്ലോ. മെസ്സേജ് ഒന്ന് ഓപ്പൺ ആക്കാം നമ്മളെ ഗൂഗിൾ മീറ്റില്. ഒരു മിനിറ്റ്.
അല്ലെങ്കിൽ നിങ്ങളെ നമ്പർ ഒന്ന് പറഞ്ഞാൽ അതിലൊരു ഹായ് അയക്കാം. മെസ്സേജ് എവിടെ? ജസ്റ്റ് നിങ്ങളൊരു നമ്പർ പറഞ്ഞാൽ ഞാൻ അതിലേക്ക് ഹായ് അയക്കാം. 8111 811 85 85 88 88 88. 88. ഇതിലേക്ക് ഒന്നൊരു മെസ്സേജ് നിങ്ങളുടെ നമ്പർ ഒന്ന് ഇട്ടോളൂ. ഞാൻ ഒരു ഹായ് അയക്കും. ഹായ് അയച്ചിട്ടുണ്ട്. ഓക്കെ അതൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ 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 ഓക്കെ. ഓക്കെ അല്ല കാര്യങ്ങള്. ഇതിലിപ്പോ അല്ലേ? അസീം ഇതിലിപ്പോ ഈ സിഗ്നൽ വരുമ്പോഴത്തേക്ക് വല്ല നോട്ടിഫിക്കേഷൻ വരും, അതെ നമ്മൾ വാച്ച് ചെയ്തോണ്ടിരിക്കണോ? അറിയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഇതിലില്ല. നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ നോട്ടിഫിക്കേഷൻ ഇല്ല. നിങ്ങൾ ഏത് സമയത്താണ് നിങ്ങൾ, അതായത് നിങ്ങൾക്ക് ഒരു 1 വീക്ക് ഇത് നോക്കുമ്പോൾ തിരിയും ഏതൊക്കെ ടൈമിലാണ് നല്ല ആക്രോസി എൻട്രി വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തിരിയും. ഇപ്പൊ മേജർ മാർക്കറ്റ് നല്ല മാർക്കറ്റ് ടൈം തന്നെയാണ് ആക്രോസി നല്ല ആക്രോസി ഉള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ആ ടൈമിൽ, അതായത് ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിന്റെ കൂടെ കൊടുക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ സമയത്തും ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് എൻട്രീസ് മാത്രം ക്യാപ്ചർ ചെയ്യാം. അതായത് എങ്ങനെ ട്രേഡ് എടുക്കാന്നായിട്ട് നല്ലത്, എങ്ങനെ എടുക്കാതിരിക്കാന്ന് പഠിക്കുന്നതാണ് നമുക്കൊന്നും കൂടി ബെറ്റർ. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്കിപ്പോ ഒരു ടൈം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക, 24 മണിക്കൂറിൽ നിന്ന് ഒരു ടൈം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. ആ ഫ്രീ ടൈമിൽ എൻട്രി വരുന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എന്നാക്കുക, ക്യാപ്ചർ ചെയ്താൽ മതി. ഓക്കെ, അത് അതിന്റെ ഇത് തരും എങ്ങനെയാണുള്ള കാര്യങ്ങൾ. ഇതിന്റെ ഈ പിറകിലുള്ള സ്ട്രാറ്റജി എന്താണ്? ബേസ് ഇതിന്റെ സ്ട്രാറ്റജി ഇത് ഇന്റർനാഷണൽ സ്ട്രാറ്റജിയാണ്. ഏകദേശം ഒരു 6 ട്രേഡേഴ്സിന്റെ സ്ട്രാറ്റജീസ് ഉണ്ട്. അത് ഞങ്ങളെ കമ്പനീസ് തന്നെയാണ്. ഇത് ഞങ്ങൾ ഓൾറെഡി ട്രേഡിംഗ് ടൂൾ ഡെവലപ്പ് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ ട്രേഡേഴ്സിന്റെ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി പല സ്ട്രാറ്റജീസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു 6 സ്ട്രാറ്റജി വരുന്ന ഒരു സിസ്റ്റമാണ് ഇതിന്റെ ബാക്കെൻഡിലുള്ളത്. ഒരു 20 കൊല്ലത്തെ ഡാറ്റ ഇപ്പോൾ ഓൾറെഡി ഇതിന്റെ കയ്യിലുണ്ട്. എന്ത് മാനിപ്പുലേഷൻ മാർക്കറ്റിൽ വന്നാലും എന്ത് കാര്യങ്ങൾ വന്നാലും അത് ഇവിടെ ഡിറ്റക്ട് ചെയ്യും. ഇവിടെ കാണുന്ന ഒരു ബ്ലൂ ലൈൻ ഒക്കെ കണ്ടോ, ബ്ലൂ മാർക്ക്. ഇതെന്ന് പറയുന്നത് മാർക്കറ്റിലെ മാനിപ്പുലേഷൻ എൻട്രി ഏരിയ ഇവിടെ എൻട്രി ആയി എന്നുള്ളതിന്റെ സിഗ്നൽ തന്നെയാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് മൊമെന്റ് കഴിഞ്ഞ പാടെ ഇവിടെ മാർക്കറ്റ് എന്നായി അടിച്ചു കയറി. അതിന്റെ ഏകദേശം ഒരു 10-20 ക്യാൻഡിൽ മുന്നേ ഇവിടെ ഡിക്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ പഠിപ്പിച്ചു തരും. ഇവിടെ ഒരു മാനിപ്പുലേഷൻ ടീം കയറിയതാണ്. അതിന്റെ ഒരു സൂചനയാണ്. ഇതൊക്കെ മാർക്കറ്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ എന്താക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റേ ഒരു ഷെയ്ഡ് കാണിക്കുന്ന എന്താണ്? ലൈൻ ലോങ് ഷെയ്ഡ് 2 താഴെ മുകളിലായിട്ട് ഇതാണോ? ഗ്രീൻ ഷെയ്ഡ്. അതൊക്കെ ഓട്ടോമാറ്റിക്കലി മാർക്ക് ചെയ്യുന്നതാണ്, സ്ട്രാറ്റജി മാർക്ക് ചെയ്യുന്നതാണ് സിസ്റ്റം തന്നെ. അറിയാമായിരിക്കും. അതായത് ഹയർ ഹൈ ഹയർ ലോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഉണ്ടാവും ഒക്കെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് മാർക്ക് ചെയ്യുന്നതാണ്. ഇതൊക്കെ നോർമലി വരച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ നോർമലി ചെയ്യുന്നുണ്ടെങ്കിൽ. ഇതൊന്നും ഇല്ലെങ്കിൽ, ഈ സിസ്റ്റം ഒന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ എന്താക്കണം, ഇതേപോലെ ടൂള് ഇതിൽ നിന്ന് എടുക്കണം, അതിന് ഇതേപോലെ എന്താക്കണം, നോർമലി വരക്കണം ഓരോ മാർക്കറ്റ് കഴിയുമ്പോഴും. എന്നിട്ട് എന്താക്കണം, നമ്മള് നോർമലി ചെയ്യണം. ഇതാണത്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സിസ്റ്റം ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് കണ്ടിട്ട് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വല്ല ഉണ്ടോ? അതാണ് ചോദിച്ചത്. സപ്പോർട്ട് അതന്നെ, സപ്പോർട്ടും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇപ്പൊ ലൈവ് ട്രേഡ് ഏതെങ്കിലും ആക്റ്റീവ് ആയിട്ടുണ്ടോ ഏതിലെങ്കിലും? ഇപ്പൊ ഇതാണ് ലൈവ് 5 മിനിറ്റ് 15 മിനിറ്റിലാണ് നമ്മൾ ഇത് വരുന്നത്, ടൈമിംഗ് ആക്യൂറസി വരുന്നത്. ഏതാ ഇപ്പം പുള്ളി പറഞ്ഞ പോലെ ഏതെങ്കിലും എൻട്രി ഉണ്ട് അപ്പൊ ഇതിനകത്ത്? ഇതിപ്പോ കംപ്ലീറ്റ് ആയതാണ്. ഇപ്പൊ ഒരു 6 മണിക്ക് കംപ്ലീറ്റ് ആയത്. അടുത്തൊരു എൻട്രി വന്നിട്ടില്ല, വെയിറ്റിംഗ് ആണ്. വേറെ ഏതെങ്കിലും പേരിലുണ്ടോന്നാണ് ഉദ്ദേശിച്ചത്. ഗോൾഡിന്റെ കഴിഞ്ഞല്ലോ, നമ്മള് ആദ്യം പറഞ്ഞല്ലോ. ഓക്കെ, ഗോൾഡിന്റെ അല്ലെങ്കിൽ ഇപ്പൊ അടുത്തൊരു പെയർ നിങ്ങൾക്ക് ഏതെങ്കിലും പെയർ സജക്ഷൻ ചെയ്യാം. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് BTC ഒന്നാണ്. BTCയിലൊക്കെ ഡൗൺ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. എൻട്രി കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് BTC ഒക്കെ. ഇതൊക്കെ കംപ്ലീറ്റ് ആയി നിൽക്കുന്ന ഒരു എൻട്രീസ് ആണ്. പിന്നെയുള്ളത് എത്തീരിയം.
ഇത് ഏകദേശം എത്ര മണിക്ക് കംപ്ലീറ്റ് ആയത് നോക്കി കഴിഞ്ഞാൽ ഇത് ന്യൂസ് ടൈമിൽ കംപ്ലീറ്റ് ആയതാണ്. 6 മണി ഏകദേശം ആ ടൈം, 6:30 ആ ടൈം ന്യൂസ് ടൈമിൽ കംപ്ലീറ്റ് ആയതാണ്. ന്യൂസ് ടൈമിന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും മാർക്കറ്റ് വെച്ചാല് എല്ലാ പേരും ഏകദേശം BTC കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ പേരും ആ ഒരു സിറ്റുവേഷൻ തന്നെ ഉണ്ടാവും. ഒരൊറ്റ BTCയുടെ മൂവ്മെന്റ് അനുസരിച്ചാണ് ബാക്കിയെല്ലാം ഹാൾട്ട് കോയിനൊക്കെ ഡംപ് ചെയ്യല്. പറയാൻ കാരണം ഇന്ന് കുറച്ച് മാനിപ്പുലേഷൻ ഉണ്ട്. അതായത് അതുകൊണ്ടാണ് ഇപ്പൊ സിൽവറും ഗോൾഡൊക്കെ അതിന്റെ ഒരു ബേസിലാണ് പോകുന്നത്. ആ വലിയൊരു ക്രാഷ് ഉണ്ടായതുകൊണ്ടാണ്. വേണ്ട സിൽവർ ആയിക്കോട്ടെ, ക്രൂഡ് ഓയിൽ ആയിക്കോട്ടെ, ക്രൂഡ് ഓയിലൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. ക്രൂഡ് ഓയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലൈവ്. ഓക്കെ, ഏകദേശം ഈ ടൈം ആയിരുന്നു നിഫ്റ്റിയിൽ ഇന്ന് കംപ്ലീറ്റ് ആയത്. ഇപ്പൊ ഇതില് ഫണ്ടമെന്റൽ ന്യൂസിന്റെ സമയത്ത് എങ്ങനെയാണ്? ന്യൂസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ട്രേഡ് നല്ല ഓപ്പർച്യൂണിറ്റി ട്രേഡ് ആ ട്രേഡ് നമുക്ക് കിട്ടും. ഇതിപ്പം ഏകദേശം 6 മണിക്ക് വന്ന ട്രേഡാണ്. അപ്പൊ ഈ ന്യൂസ് ട്രേഡ് ഇതിൽ ആക്റ്റീവ് ആവും? അതെ, ആക്റ്റീവ് ആവും, കിട്ടും. ന്യൂസ് ടൈം കിട്ടും, ട്രേഡ് കിട്ടും. ഇത് 6 മണിക്ക് വന്ന ട്രേഡാണ് ഈ ട്രേഡ്. ഇതാ BTCയുടെ ഏകദേശം ആ ടൈമിൽ കംപ്ലീറ്റ് ആയത്. ഇത് BTCയുടെ ട്രേഡ് കുറച്ച് ട്രേഡ് ഇന്ന് രാവിലെ നല്ല കംപ്ലീഷൻ വന്ന ട്രേഡാണ് ഏകദേശം. പറയാൻ കാരണം അർത്ഥം ഈ മാനിപ്പുലേഷൻ BTCയിലാണ് വലിയ മാനിപ്പുലേഷൻ നടന്നത്. അത് മനസ്സിലാക്കാൻ ഇന്ന് വലിയ ഇത് നടന്നത് BTCയിലാണ്. വലിയൊരു ഡൗൺ നടന്നത് ഏകദേശം BTC ഏകദേശം 70,000 നിന്ന് ഏകദേശം BTC എത്തിയത് ഇന്നത്തെ ഒരൊറ്റ ദിവസമാണ് ഏകദേശം 67,000, ഏകദേശം നല്ലൊരു $4,000-5,000 ഒരു ഡൗൺ ആണ് BTCയിൽ ഉണ്ടായത്. ചെറിയൊരു ഇതല്ല. അപ്പൊ ഇത്രയും വലിയ മാനിപ്പുലേഷൻ നടന്നുകൊണ്ടാണ് ഒരൊറ്റ എൻട്രിയുടെ കിട്ടിയിട്ടില്ല. ഈ മാനിപ്പുലേഷന്റെ ഫസ്റ്റില് എവിടെയാണ് ഇത് തുടങ്ങിയത്? ഡൗൺഫാൾ തുടങ്ങിയതിന്റെ ഫസ്റ്റ്, അതാണ് നമ്മുടെ മാനിപ്പുലേഷൻ ഡിക്റ്റേറ്റ് ചെയ്ത ഫസ്റ്റ് എൻട്രി ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കൊടുത്തിട്ടില്ല BTCയിൽ, പിന്നെ അങ്ങോട്ട് കൊടുത്തിട്ടില്ല. ആ എൻട്രി കിട്ടിയവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ BTCയുടെ എൻട്രി ഒറ്റ എൻട്രി പറയാൻ കാരണം മാനിപ്പുലേഷനിൽ നമ്മൾ സിസ്റ്റം എന്തായാലും ഉണ്ട് വെച്ചാൽ അങ്ങനത്തെ അടുത്തൊക്കെയാണ് മാനിപ്പുലേഷൻ നടക്കുന്ന ഏരിയയിലാണ് എല്ലാവരുടെ ഫണ്ടും ലിക്വിഡേഷനും കാര്യങ്ങളായിട്ട് പോകുന്നത്. അതൊക്കെയാണ്. അപ്പൊ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ നമ്മൾ സിസ്റ്റം തന്നെ നന്നാക്കി തരും, സപ്പോർട്ട് ചെയ്തു തരും. അതേപോലെ ഞങ്ങൾക്ക് വേറൊരു ടൂളും കൂടി ഉണ്ട്, ഒരു അഡ്വാൻസ് ടൂളും കൂടി ഉണ്ട്. ഈ മാനിപ്പുലേഷൻ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ട്. അത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. അത് നമുക്ക് ഓഫ്ലൈൻ വന്നാൽ മാത്രമേ കാര്യങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. ഇതാണ് മാനിപ്പുലേഷൻ കാര്യങ്ങളൊക്കെ. ഇതൊരു ഹണ്ടിങ് ടൂളാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സ്, വേവ്സ് കാര്യങ്ങളെല്ലാം മാർക്കറ്റിൽ എൻട്രി ആകുമ്പോൾ അതിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ടൂളാണിത്. ഇവിടെ നോക്കിയാൽ തിരിയും. ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടൊരു ടീം എൻട്രി ആയതാണ്. ഇവിടെ ഒരു അലേർട്ട് വന്നിട്ടുണ്ട്, കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ടീം ഇവിടെ ഒരൊറ്റ സിംഗിൾ ടീമാണ് ഈ മാർക്കറ്റിനെ ക്രാഷ് ചെയ്യിപ്പിച്ചത്. ബ്ലാക്കിൽ ഇട്ടാ തിരി. ഒരു സിംഗിൾ ടീമാണ് ഇവിടെ മാർക്കറ്റ് കയറി ക്രാഷ് അടുപ്പിച്ചത്. അടുപ്പിച്ച് മാർക്കറ്റ് പമ്പയ്ക്കും മാനിപ്പുലേഷൻ ചെയ്ത് അടുപ്പിച്ച് അവന്മാര് ഇതുവരെ മാർക്കറ്റ് ക്രാഷ് എന്ന് വരുന്നുണ്ട് ഇവിടെ. ഇതുവരെ മാർക്കറ്റിന് ഔട്ടായിട്ടില്ല ഇവന്മാര്. അപ്പൊ ഇത് ഏതോ വലിയ ടീം ഫണ്ട് ഒരൊറ്റ ഒരു കമ്പനി, ഒരു സിംഗിൾ കമ്പനി ഒരു വലിയ ഷെയർ മാർക്കറ്റിൽ നിന്നാക്കിയിട്ടുണ്ട്, വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ കമ്പനി. അതിന്റെ ഒരു എഫക്റ്റ് ആണ് ഇപ്പൊ ഇവിടെ കണ്ടത്. വലിയ മാനിപ്പുലേഷൻ എക്സിറ്റ് ആയി പോയതാ. ഇവിടെ നോക്കിയാൽ തിരിയും മാർക്കറ്റ് ബീറിഷ് തന്നെയാണ്. ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ തിരിയും. അപ്പൊ കാര്യങ്ങളൊക്കെ ഇത് പഠിക്കാനുണ്ട്. ഇത് നമുക്ക് ഓഫ്ലൈനിൽ ഒന്ന് പഠിക്കേണ്ട ഒരു സിസ്റ്റമാണ്. ഇത് 1 വീക്ക് സെക്ഷൻ ഇത് കംപ്ലീറ്റ് ആക്കാൻ. ഇത് അഡ്വാൻസ് ആണ്. അതായത് മറ്റേത് കഴിഞ്ഞാൽ ഇതാണ് ഇത് വരുന്നത്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നതാണ് അതിൻ്റെ. നമ്മൾ ഓൾറെഡി നമുക്ക് ട്രേഡിംഗിന്റെ ഇതിന്റെ അപ്രൂവൽ നമ്മൾ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. നമുക്കൊരു 2 to 3 days എടുക്കും അത് മാർക്കറ്റിൽ നമുക്ക് മറ്റേ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിട്ട്. 1 വീക്ക് എടുക്കും. ഓഫ്ലൈനിൽ അത് കൊടുക്കാം. ഓഫ്ലൈൻ മാത്രമേ അത് കൊടുക്കുന്നില്ല. നമുക്ക് ഓൺലൈനിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റൂല.
അപ്പം അതാണ് അഡ്വാൻസ് വരുന്നത്. ഇതാണ് അതിന്റെ ഒരു ഇതൊക്കെ ഇതിൽ വരുന്ന ഒരു സിസ്റ്റം ആണ്. ഇതൊക്കെ എല്ലാ സിസ്റ്റം കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താണ് നമ്മൾ ഓരോന്ന് തിരിയും നമുക്ക് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുക. അപ്പം നിലവിൽ നമ്മൾ ഇപ്പം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ തന്നെ കാര്യങ്ങൾ കിട്ടും. മറ്റേ ഇതിലും അഡ്വാൻസ് ആണ് മറ്റേ. അപ്പൊ ആദ്യം ഇതിൽ തുടങ്ങാം. ഇവിടെ നോക്കിയാൽ തിരിയും നിങ്ങൾക്ക് മാർക്കറ്റ് കംപ്ലീറ്റ് ഡൗൺ ആണ്. ഇതിപ്പോഴൊന്നും പൊന്തൂല. അപ്പൊ നാളെ ആവും ഏകദേശം മാർക്കറ്റ് സ്റ്റാബിൾ ആണ്. അപ്പൊ ഇതിന്റെ ഒരു കണ്ടീഷൻ അനുസരിച്ചാണ് ബാക്കിയുള്ള മാർക്കറ്റിലൊക്കെ ഒരു പ്രശ്നം സംഭവിച്ചത്. ഓക്കെ, അപ്പോ എന്തെങ്കിലും ചോദിക്കാട്ടാ, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമെന്ന് പറഞ്ഞാൽ അതിപ്പോ എത്ര സമയം ഉണ്ടാവും? നിങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെ ഡയറക്റ്റ് ഓഫ്ലൈൻ വരുന്ന ഓഫീസിൽ വരുന്നെങ്കിൽ ഇവിടെ വന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ, ഇവിടെ തന്നെ സെക്ഷൻ കഴിയും, ഇവിടെ തന്നെ പോവാം. ഓൺലൈനിൽ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ മതി, ഒരു 1 hour മാക്സിമം. 1 hour മാക്സിമം മതി നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. അതായത് കറൻസി പേഴ്സിൽ വലിയ റെക്കമെൻഡേഷൻ ഇല്ല അല്ലേ ഇതില്? അല്ല, അങ്ങനല്ല, കറൻസി പേഴ്സിൽ ചെയ്യാം. ഇതാ യൂറോ USDT ഒക്കെ ഉണ്ട്. ഞാൻ കറൻസി പേഴ്സ് ഞാൻ പൊതുവെ ചെയ്യണ്ടെന്ന് പറയുന്നതാണ്. അതായത് എങ്ങനെ ബ്രോക്കറിൽ നിങ്ങൾ ട്രേഡ് എടുക്കണ്ടെന്ന് പറയുന്നതാണ്. കറൻസി പേഴ്സ് പൊതുവെ കൺട്രോൾ കിട്ടാത്തതാണ്. കറൻസി പേഴ്സ് ഉണ്ട് ഇതിൽ ഓൾറെഡി, നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കറൻസി പേഴ്സിന്റെ പൊതുവെ ബ്രോക്കർ വെച്ച് ട്രേഡ് ചെയ്യണ്ടെന്ന് പറയുന്നതാണ്. കറൻസി പേഴ്സിൽ കുറച്ച് കാര്യങ്ങൾ അതിന്റെ ബാക്കിന്റെ അത്ര സുഖമല്ല ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ കറൻസി പേഴ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതിലിപ്പോ കറൻസി പേർ ഇത് കറൻസിയാണ്. അല്ല, അത് തന്നെ അതില് TP ഒക്കെ നല്ല ഗ്യാപ്പിലാണല്ലോ കിടക്കുന്നത്. ഇതിൽ TP നല്ല ഇതാണുള്ളത്. കറൻസി പെയറിൽ വരുമ്പോൾ അതാണ് സപ്പോർട്ടിങ് ഏരിയ ഒക്കെ കുറച്ച് ഇതാണ്. അതിനനുസരിച്ചാണ് ഇതിന്റെ സ്ട്രാറ്റജി ഉള്ളത്. ഓരോ മാർക്കറ്റിലേക്ക് മാറുമ്പോൾ സ്ട്രാറ്റജി മാറുന്നുണ്ട്. എല്ലാത്തിനും ഒരു സ്ട്രാറ്റജി അല്ല. അതായത് ഇപ്പൊ നമ്മളിപ്പം BTC ഇപ്പൊ $5 ഗ്യാപ്പിലാണെങ്കിൽ ഇതൊക്കെ മാറും. ഇതിൽ വെച്ചാൽ ഇതിൽ എത്ര ഇത് കൊടുത്തേ പറ്റും. അതിലങ്ങനെ ഇത് സിസ്റ്റം ഇതിന്റെ അണ്ടറിൽ നടക്കുന്നുണ്ട്. സപ്പോർട്ടിങ് ഏരിയ ഒക്കെ ഇത്രയും വൈഡായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇതില് TP അടിച്ച ട്രേഡുകളൊന്നും കാണുന്നില്ലേ? എങ്ങനെയാണ് TP അടിച്ച ട്രേഡുകൾ? TP ആയത് കറൻസിയിലാണോ? കറൻസിയില് ഇതിപ്പോ ഇത് ലൈവായിട്ട് വന്നതാണ്. അത് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, വെയിറ്റിംഗ്. അത് കണ്ടത് ഇത് ലൈവായിട്ട് ഇപ്പൊ ഇവിടെയൊക്കെ ഓൾറെഡി ചെറിയ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതാണ്. അല്ല, ഇതിന്റെ TPയിലെ ഗ്യാപ്പ് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് TP ടച്ച് ആയത് കാണുന്നില്ല. അതാണ് ചോദിച്ചത്. അതിലിപ്പം വന്നതാണ് ഇന്ന് മാർക്കറ്റിന്റെ. അപ്പൊ ഞാൻ കറൻസി പെയർ ഞാൻ അധികം പ്രിഫറൻസ് ചെയ്യൂല. അത് കറൻസി പെയറിന്റെ സ്ട്രാറ്റജിന്റെ ഡിഫറെന്റ് ആണ്. നമ്മൾ ഇതിലിട്ട സ്ട്രാറ്റജി വെച്ചാൽ കറൻസി പെയറിന്റെ പ്രശ്നം ഭയങ്കര മാനിപ്പുലേഷൻ ആണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത മാനിപ്പുലേഷൻ ആണ് കറൻസി പെയർ നടക്കുന്നത്. അത് നമ്മൾ ഇത്ര കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അതായത് ഒരു നാട്ടിലത്തെ കറൻസിക്ക് പെട്ടെന്ന് വാല്യൂ കൂടിയും കുറയൊന്നും ചെയ്യൂല. രണ്ട് കറൻസി തമ്മിലായിരിക്കും ഇത് ട്രേഡ് നടക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരു നാട്ടിലത്തെ കറൻസിക്കും ആ ഒരു നാട് എന്താക്കൂല, അതിനെ കറൻസി എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാൽ നാടിന് ബാധിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ അതിൽ കാണിക്കുന്ന ഡാറ്റ നമുക്ക് റിയൽ ഡാറ്റ കിട്ടുന്നില്ല കറൻസി പേഴ്സിന്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് പേഴ്സ് മാത്രമേ ട്രേഡിംഗ് വ്യൂ തന്നെ ഉള്ളൂ. കറൻസി പേഴ്സ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ എമൗണ്ട് ലോസ് വരുന്ന കറൻസി പേഴ്സിലാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക്. ബാക്കി എല്ലാ പേഴ്സും സേഫ് ആണ്. അത് അത്രയും ഫ്ലിക്കേഷൻ വരുന്നത് കറൻസിയിലാണ്. അപ്പൊ അത് ചെക്ക് ചെയ്താൽ മതി. ചെയ്യാൻ പറ്റുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോ എന്താണ് നെക്സ്റ്റ്, എന്താണ് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഇതൊക്കെ ഓക്കെയാണ്. എനിക്ക് ഇനി ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ഫിനാൻസില് പേഴ്സണൽ ആയിട്ട് എനിക്കൊന്ന് ഓക്കെ, അതൊന്നും ചെയ്യാം, കുഴപ്പമില്ല. ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ ആകില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്തോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി രജിസ്ട്രേഷൻ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച ടീമായിട്ട് അവരോട് ജസ്റ്റ് കാര്യങ്ങൾ കൊടുത്താൽ മതി. നമുക്ക് ബാക്കി ക്ലിയർ ആക്കാം. ശരി, ഓക്കെ, ഫൈൻ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്. ഓക്കെ. Hi, Vasim. Good morning, Vasim.
ടൈമിംഗ് ഓഫീസ് ടൈമിംഗ് വരുന്നത് 9 to 5 ആണ് ഓഫീസ് ടൈമിംഗ് വരുന്നത്. രണ്ട് ടൈമിംഗ് ഉണ്ട് എനിക്ക് ഇവിടെ സ്റ്റാഫിന്. ഒരു ടൈമിംഗ് 12 to 8:30 ആണ്. നോർമൽ ടൈമിംഗ് വരുന്നത് 9 to 5 ആണ്. 9:30 to 5:30 ആ രീതിയിൽ തന്നെയാണ്. നമുക്ക് ഇരിക്കാം എന്നാല്. മിഥുനെ